തൊട്ടടുത്ത മെമ്പറ, തൊട്ടടുത്ത വാർഡിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ പഞ്ചായത്ത് മെമ്പറാണ്. ഇവര് അറിയോ? കുടുംബത്തെ നേരത്തെ അറിയാം. നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. നമ്മളായിട്ട് നല്ല അടുപ്പമാണ്. ഫാമിലി ഫ്രണ്ടാണ്. നമ്മുടെ ഫാമിലി ഫ്രണ്ട്. നമ്മുടെ നാട്ടിൽ സുഹൃത്ത് ബന്ധമാണ്. നല്ല ബന്ധമാണ്. നമ്മുടെ ജ്യേഷ്ഠ പോലാണ്. എന്താണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നയിച്ചതെന്നുണ്ടെങ്കിൽ അറിയാം. ഫാമിലി ഇവിടെ ഒരു ബേക്കറി തുടങ്ങിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ വിഷയം, ഫാമിലി ഇഷ്യൂ ആണ്. പുള്ളിക്കാരൻ ഒരു ബേക്കറി ഇവിടെ പുള്ളിക്കാരി തുടങ്ങിയായിരുന്നു. ഇതിന്റെ വൈഫ് ഈ ആശ്രാമ റോഡിൽ തുടങ്ങിയായിട്ട് ബന്ധപ്പെട്ട് ഒരു സുഹൃത്ത് ഹനീഷ് എന്ന് പറഞ്ഞ പയ്യനോട്ടാ തുടങ്ങിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പുള്ളിക്ക് എന്നെ താല്പര്യമില്ലായിരുന്നു തുടങ്ങാൻ. അദ്ദേഹത്തുമായിട്ട് ചേർന്ന് താല്പര്യമില്ലായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ വിഷയങ്ങൾ 2 ദിവസം മുമ്പ് കടയിൽ വെച്ച് ഉണ്ടായി പുള്ളിയായിട്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട് എന്നെ ഇന്നലെ അങ്ങനെ വിളിപ്പിച്ചായിരുന്നു ഒരു വീട്ടിൽ. ഞാൻ ചെന്നു, സംസാരിച്ചു. ആ പയ്യനോട് സംസാരിച്ച് അങ്ങനെ ആ പയ്യ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. ഒഴിഞ്ഞു പോകാന്ന് പറയുകയും ചെയ്തു. അങ്ങനെ സംസാരിച്ച് ഇന്ന് നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കടയിൽ ചെന്ന് സംസാരിച്ചു. അങ്ങനെ 1,49,000 രൂപ പുള്ളി ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. പുള്ളി അത് 15-ാം തീയതിയോ അല്ലെങ്കിൽ 10-ാം തീയതി അവസാനം പറഞ്ഞ് 10-ാം തീയതി കൊടുക്കാമെന്ന് പറഞ്ഞു. 10-ാം തീയതി കൊടുക്കുമ്പോൾ പുള്ളിക്കാരെ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ജെന്റിൽമാൻ എഗ്രിമെന്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ പുള്ളി പറഞ്ഞ് 10-ാം തീയതി ഈ പൈസ തന്നതിന് ശേഷം മാത്രമേ കടയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകത്തുള്ളൂ എന്ന് പറഞ്ഞു ഈ ഹനീഷ് എന്ന പയ്യൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം കഴിഞ്ഞു. എഗ്രിമെന്റ് സംസാര ചർച്ചയൊക്കെ കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ജെന്റിൽമാൻ എഗ്രിമെന്റ് ഇറങ്ങി തിരിച്ച് വാടക വീട്ടിൽ വന്ന് സാധനം എടുത്ത് പോവുകയും ചെയ്തു. തിരിച്ച് കൊട്ടിയത്ത് പോയി 4 മണിക്ക് നമ്മൾ എത്തുകയും ചെയ്തു. അങ്ങോട്ട് പിരിയുകയും ചെയ്തു. പിന്നെ അതിന് ശേഷമാണ് ഈ സംഭവം തിരിച്ച് കടയിലോട്ട് വരുമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഇറക്കിയിട്ട് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് തിരിച്ച് കടയിലോട്ട് വരുമെന്ന് പറഞ്ഞു. കടയിലോട്ട് വരികയും ചെയ്തു. അതിന് ശേഷമാണ് അണ്ണൻ വീട്ടിൽ നിന്ന് വണ്ടി കൊണ്ട് പുറകിലാകണ്ട് വന്ന് പെട്രോൾ ഒഴിച്ച് ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് ഞാൻ അറിയുന്നത്. വീട്ടിലൊക്കെ നല്ല സ്നേഹത്തിലാണ് അവരും ഇന്നലെ വൈകിട്ട് നല്ല സൗഹൃദ സ്നേഹത്തിലായിരുന്നു. പക്ഷേ 2 ദിവസം മുമ്പ് ഈ ഹനീഷ് പറഞ്ഞ പയ്യനെ കൊണ്ട് വെച്ച് ഈ കടയിൽ വെച്ച് എന്തോ അല്ല, ഹനീഷ് അല്ല കടയിലുണ്ട്. കാറിലുണ്ടായിരുന്നത് ആ കടയിലൊരു സ്റ്റാഫായിരുന്നു, സോണി എന്ന് പറഞ്ഞൊരു പയ്യനെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഹനീഷ് അതിന്റെ തൊട്ട് മുമ്പ് വണ്ടി പോവുമായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഇവര് തമ്മിൽ സംസാരിച്ച് യാത്ര പറഞ്ഞ് പിരിഞ്ഞ് ഈ സോണിയായിട്ട് പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സോണിക്ക് വലിയ പരിക്കില്ല. ചെറിയൊരു അവളുടെ ഈ ചെറിയൊരു പരിക്കയിലും കാലിലൊക്കെ ചെറിയ പരിക്കേ ഉള്ളൂ. ഈ ഭാര്യയോടുള്ള ദേഷ്യം ഈ സാമ്പത്തികമായുള്ള പ്രശ്നം, സാമ്പത്തിക ഇടപാടല്ല, ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യയായിട്ടൊരു വിഷമമില്ല പുള്ളിക്കാരനുമായിട്ട് ചേർന്ന് സാമ്പത്തിക ഞാൻ പറയും ഈ 1,40,000 രൂപയെന്ന് പറഞ്ഞപ്പോൾ അന്നേരം പുള്ളി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് മനഃപൂർവ്വം ഞാൻ കൊടുക്കുന്ന പൈസയാണ്ട് പുള്ളി അവള് പറഞ്ഞ് കൂട്ടി പറയിക്കുകയാണെന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷെ അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പുള്ളി വളരെ വിഷമത്തോടാ പോയത്. ഞാൻ അന്നേരം പറയും എന്നെ വിഷമിക്കണ്ട, ചേച്ചിയും വിഷമിക്കണ്ട, 2 പേരും വിഷമത്തോടാ പോയത്. എന്റെ ചേച്ചി പക്ഷെ ഇവിടെ വാടകയ്ക്ക് വീട് തൊട്ട് ബേക്കറി നടത്തുന്നതിന് ഇവിടെ വീട് വാടകയ്ക്ക് എടുത്തായിരുന്നു. പക്ഷെ ആ വീടിൽ നിന്ന് ഒഴിഞ്ഞ് തിരിച്ച് പപ്പരാൻ്റെ സാധനവും പുറക്കി തിരിച്ച് വീട്ടിൽ പോവുകയും ചെയ്തു താമസിക്കാൻ. ബേക്കറി ഒഴിയായിരുന്നു? ബേക്കറി അല്ല, വീട് ഒഴിഞ്ഞ് പപ്പരാൻ്റെ വീട്ടിൽ പോയതാണ്. പത്മരാജൻ. എന്തായാലും ഈ കൊലപാതകത്തിലുള്ള കാരണം എന്തായിരുന്നു? നല്ല കുടുംബ പ്രശ്നവും സാമ്പത്തിക പ്രശ്നമാണെന്നാണ്. ഈ കാറിലാരായിരുന്നു ഉണ്ടായിരുന്നത്? അവരുടെ ഒരു ഈ മരണപ്പെട്ട ആളും അവരുടെ ഒരു സ്റ്റാഫ് ആണ് ഉണ്ടായിരുന്നത്. മറ്റെന്തെങ്കിലും പ്രതി പറഞ്ഞ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നല്ല കുടുംബ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സാമ്പത്തികമായ പ്രാരാബ്ദങ്ങളും ഈ പറയുന്ന കുടുംബ പ്രശ്നങ്ങളും കാരണമാണ് ചെയ്തെന്ന് പറയുന്നത്. ഇതില് മറ്റെന്തെങ്കിലും ഇവരുടെ വീട്ടിലാരെങ്കിലും മക്കളൊക്കെ? ഒരു കുട്ടിയാണ്. രണ്ടുപേരും ഒരുമിച്ചാണോ താമസിച്ചത്? ഭാര്യ ഭർത്താവും ഒരുമിച്ചാണ്. ഇദ്ദേഹം 2 കല്യാണം കഴിച്ചിരുന്നു. ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭാര്യ മരിച്ചതിന് ശേഷം കല്യാണം കഴിച്ചെന്ന് പറയുന്നത്. സംശയത്തിന് പേരിൽ നേരത്തെ വഴക്കുണ്ടാവാറുണ്ട്. അതിനെ കുറിച്ച് അറിയില്ല, അന്വേഷിച്ചിരിക്കും. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടും ഇവിടെ നിന്നേത്. ഇവിടെ ഞങ്ങള് കാര്യം എറണാകുളത്ത് ജോബിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് 2 കാറുകൾ ഈ ഓൾട്ടോ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കയറി വരികയും ചെയ്ത് ഓമനി കറക്റ്റായിട്ട് അതിനെ ഇടിച്ച് ലെഫ്റ്റിലോട്ട് ആക്കി. അപ്പൊ അതിനകത്ത് നിന്ന് എന്തോ ഒരു സാധനം ഇയാൾ എടുത്ത് ചേർന്ന് ഈ ഓമനിക്കത്തിരുന്ന ആള് എടുത്ത് ചേർന്ന് പുള്ളി എടുത്ത് ചേർന്നപ്പോഴത്തേക്ക് പൊട്ടിയത് ക്യാബ് ഫ്രണ്ട് ക്യാബിൻ അത് കംപ്ലീറ്റ് തീയായി. ഈ ഓമനിക്കകത്തോടും തീയായി.
ആ ഓട്ടോയിൽ വന്ന ബാക്ക് സൈഡിൽ ഇരുന്ന ആൾ ഇറങ്ങി ഓടിക്കളഞ്ഞു. അയാളെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കത്തിട്ടുണ്ട്. ഷർട്ടും കുറെ പാന്റിന്റെ ഇത്രയും ഭാഗങ്ങൾ കത്തി ഇയാൾ ഇറങ്ങി ഓടിക്കളഞ്ഞു. ഓമനിക്കകത്തിരുന്ന ആളാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഓടിക്കളഞ്ഞു. അപ്പൊ ആ ഒരു ലേഡി മാത്രമേ ഉള്ളായിരുന്നു. അതായത് ഈ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നോണ്ട് അവർക്ക് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റിയില്ല. ആദ്യം ഒരു ട്രിപ്പ് പെട്രോളായിരിക്കാം, പെട്രോൾ അത് എറിഞ്ഞോണ്ടായിരിക്കും അത് പൊട്ടി, ക്യാബ് പൊട്ടിയത്. രണ്ടാമത്തെ ട്രിപ്പ് ഇത് പൊട്ടി ഇവര് എന്താ പറയാ ആ ലെഫ്റ്റ് സൈഡിലെ ഡോറ് തുറന്ന് വെളിയിലോട്ട് ഇവര് തന്നെ വീഴുകയായിരുന്നു ചെയ്തത്. അപ്പോഴത്തേക്ക് ഞാനും എന്റെ ഫ്രണ്ടുകൾ ഓടിപ്പോയി അവരുടെ കൈക്ക് പിടിച്ച് ഞങ്ങള് ബാക്കിലോട്ട് വലിച്ചപ്പോഴത്തേക്ക് മൂന്നാമത്തെ ട്രിപ്പും ഇത് പൊട്ടിത്തെറിച്ച്. അപ്പോഴത്തേക്ക് ഇവരുടെ കംപ്ലീറ്റ് ഒരു 100% ഒരു 98%ഓളം കത്തി കരിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ചെറിയൊരു തുടുപ്പുണ്ടായിരുന്നു, ജീവൻ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തെല്ലാം ഭയങ്കരമായിട്ട് ചൂടായിരുന്നു. അതുകൊണ്ട് അടുത്തോട്ട് ചെല്ലാൻ പറ്റും. എന്നിട്ട് ഞങ്ങൾ രണ്ടും പെട്ടെന്ന് ഒരു ചാക്കെടുത്ത് അവരുടെ കൈ പിടിച്ച് ഞങ്ങൾ വലിച്ച് ഇങ്ങോട്ട് ഇച്ചിരി അങ്ങോട്ട് ഇട്ട്. അപ്പോഴത്തേക്ക് പിന്നെ ആ ഫയർഫോഴ്സിനെയും പോലീസുകാരെല്ലാം ഞങ്ങൾ തന്നെ വിളിച്ച് ഇവിടെയുള്ള ആൾക്കാരെ ചേർന്ന് വിളിച്ച്. ഇതാണ് ഞങ്ങൾ കണ്ട ഇത്.